ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒരു സ്കൂളിനിടയിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് പാടെ ആദ്യം ഒന്ന് ജനലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കും. പിന്നെ കിച്ചണിൽ പോയിട്ട് കുട്ടികൾ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കും. അതിൽ ബാബാച്ചിക്കുട്ടിക്ക് ഫുഡ് വേണ്ട, ഇനൂസിന് സ്നാക്സും ലഞ്ചൊക്കെ റെഡിയാക്കി യൂണിഫോമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടാളെയും എണീപ്പിച്ചിട്ടുണ്ട്. ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ യൂണിഫോമൊക്കെ ചേഞ്ച് ആക്കും. വാവാശിക്കുട്ടിക്ക് നമ്മളൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കണം, ചെറിയ മടിയ ചില ദിവസങ്ങളിൽ കേട്ടോ. വിനോസ് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി വാവാശിക്കുട്ടി റെഡിയാക്കി ബസ് നേരത്തെ വരുമായിരിക്കും കേട്ടോ. അപ്പോൾ അവരെ അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടി റോഡ് സൈഡിൽ പോയി നിൽക്കുകയാണ്. വാവാശിക്കുട്ടിക്ക് പിന്നെ ലഞ്ചും സ്നാക്സൊക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കും. അവൾ രാവിലെ തന്നെ പോകുമ്പോൾ നല്ല വോമിറ്റ് ചെയ്യും എന്ത് ഫുഡ് കൊടുത്താലും. അപ്പോൾ പിന്നെ അവൾക്ക് സ്കൂളിൽ നിന്ന് ആക്കിയിട്ടുണ്ട്. അതിനി ബസ് വരാൻ ടൈമായി. എന്താണ് എന്തിന് അനക്ക് എന്ത് സുഖാല്ലേ? അനക്ക് സ്കൂളിൽ പോവാ, പഠിക്കാ, ഞാൻ വീട്ടിലെ പണിയൊക്കെ എടുക്കണ്ടേ? അങ്ങനെ ബസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം അവർ സ്കൂളിലെ കോളേജിൻ്റെ ബസ് വരും കേട്ടോ. അപ്പോൾ ചിപ്പു അതിൽ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ വരിക അവരുടെ സ്കൂൾ ബസ്സാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, ഭയങ്കര സുഖം ഉമ്മിക്കുന്നുണ്ട്, കുഞ്ഞു മടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾ നല്ലൊരു ആക്റ്റീവാണ്. ഇങ്ങനത്തെ ഒരാളേ അല്ല സ്കൂളിൽ മാം പറയും. അങ്ങനെതാ അവരുടെ ബസ് എത്തി. ഇനി അവർ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഞാനൊന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. അവിടെ ഇരിക്കും, പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് സമയത്ത് അവിടെ കിടക്കും. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡ്യൂട്ടി ക്ലീനിങ് ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ മീഷോന്ന് മേടിച്ചാണ് കേട്ടോ. ഒരു ഊതിൻ്റെ ഇത് നമുക്ക് നല്ല സ്മെല്ല് വരും. ഇത് ഇലക്ട്രിക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഓണാക്കി കൊടുത്താൽ അതിൽ ഊതിൻ്റെ ഇതിട്ട് കൊടുത്താൽ ബഹുറിട്ട് കൊടുത്താൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നെക്സ്റ്റിൻ്റെ ഡ്യൂട്ടി എൻ്റെ ക്ലീനിങ് ആണ്, അടിച്ചുവര തുടക്കുക, അങ്ങനത്തെ പണികളൊക്കെയാണ്. ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നൊരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കിയാൽ നല്ല നമ്മൾ ഫ്രഷ് അലോവേര എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിലുള്ള അലോവേര എടുക്കുക. പിന്നെ അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലെ അരികൊക്കെ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു മിക്സിഡ് ജാറിലേക്ക് അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കണം കേട്ടോ. ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. നമ്മൾ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ അടുത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടീസ്പൂണ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നമ്മളൊരു ക്രീം പരിവ പോലെ ആവില്ലേ, അങ്ങനെ കുറുക്കിയെടുക്കുക. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറുക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള നമ്മളുടെ അലോവേര മിക്സിയിലിട്ട് അടിച്ചതും പിന്നെ അതുപോലെ തന്നെ ഈ അരിപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടല്ലോ. തണുത്ത ശേഷം അത് ഒരു ബൗളിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അലോവേരൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് എടുക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. രണ്ടും കൂടി ചേർക്കാൻ പോകുന്നത് സാധാരണ വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മൾ തല്ലി തേക്കണ എന്തെങ്കിലും കുഴപ്പമില്ല, സാധാ വെളിച്ചെണ്ണ തേച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഈ മാസ്ക് നല്ല പോലെ നമ്മളെ ഹെയറിൽ തേച്ച് പിടിപ്പിക്കുക. അതൊരു 15 to 20 മിനിറ്റ്സ് വരെ പിടിച്ചാൽ മതി. ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവും. അപ്പോൾ അതൊക്കെ തലേ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ വൈറ്റ് സ്റ്റാറിന് മഞ്ഞൾ കുറച്ച് തൈരിലാക്കിയിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യും കേട്ടോ. എന്നിട്ട് ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം അത് കഴുകി കളയുക ചെയ്യാം. നല്ല എഫക്റ്റീവാണ് കേട്ടോ. എൻ്റെ ഫേസിന് എനിക്ക് നല്ല ഇതായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടെർമറിക് തന്നെയാണ് കേട്ടോ. നമുക്ക് വിശ്വസിച്ച് യൂസ് ആക്കാൻ പറ്റും. ഒറിജിനലായിട്ടുള്ള തന്നെയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കണം.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഫേസ് മാസ്കും അതുപോലെ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളി ഐബ്രോ വന്നു എന്നൊക്കെ. അതായത് നമ്മൾ വെളുത്തിട്ട് പാറും അങ്ങനെ സംഭവങ്ങളല്ല. പക്ഷെ നമുക്ക് അത് ചെയ്ത സ്കിന്നിനൊരു ഡിഫറൻസ് അറിയാൻ പറ്റും പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ നല്ല ഫങ്ഷനൊക്കെ പോകില്ലേ, അതായത് ഇപ്പോൾ നമ്മൾ കല്യാണങ്ങൾ അല്ലെങ്കിൽ വല്ല പാർട്ടിയൊക്കെ, അപ്പോൾ അതിനൊക്കെ പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് ഈ നാച്ചുറലായിട്ടുള്ള ഈ മഞ്ഞൾ അത് അല്ലെങ്കിൽ കാപ്പിപ്പൊടി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ തേച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഇത് കിട്ടും. പിന്നെ ഹെയറിൽ ആ മാസ്ക് ഉണ്ടല്ലോ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടതാണ്. അത് ചെയ്തപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഇപ്പം ഉണ്ട്. ഇനി മുടി ഹെയർ ഡ്രൈ ആയിട്ടില്ല, ഡ്രൈ ആയതിന് ശേഷം എങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നാച്ചുറൽ മാസ്ക് അല്ലേ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വാച്ചുകുട്ടി പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങും ചിലപ്പോൾ. പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്, വീഡിയോസ് എഡിറ്റ് ചെയ്യും, റീൽസ് എഡിറ്റ് ചെയ്യും, അതൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കും. എന്നിട്ടൊരു 5-10 മിനിറ്റ് റെസ്റ്റ് എടുക്കും. അങ്ങനെ എണീറ്റിട്ട് ഒരു 10-15 ഉറങ്ങും. എന്നിട്ട് എണീറ്റിട്ട് മക്കൾ സ്കൂളിൽ വരാനാകുമ്പോഴേക്കും അവർക്കൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കും. അപ്പോൾ എനിക്കൊരു ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അതൊക്കെ ഉണ്ടാക്കും. അത് ഉണ്ടാക്കും. പക്ഷെ നേരത്തെ ഉണ്ടാക്കി തുടങ്ങും, കാരണം വീഡിയോ എടുക്കാനുള്ള കാരണം കേട്ടോ. വീഡിയോ എടുക്കണ കാരണം എല്ലതും ഒരു 10-15 അരമണിക്കൂർ മുന്നേ എടുക്കും. കാരണം അത് ആയി വരാനും പിന്നെ ഓരോ ഷോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് പണിയൊക്കെ ഉണ്ട്. ചിലരൊക്കെ എന്നെ കാണുമ്പോൾ പറയും പ്രത്യേകിച്ച് ഇപ്പോൾ മോള് പറഞ്ഞിട്ട് വേറെ വേഷമുണ്ടോ, എന്താ പണിയില്ലേ, വീഡിയോ എടുക്കുക, യൂട്യൂബിലിടുക, ഇൻസ്റ്റയിലിടുക, നല്ല സുഖമല്ലേ, പൈസ ഒക്കെ കിട്ടൂലേ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അതൊക്കെ കിട്ടും, പക്ഷെ അതിൻ്റെതായ ഒരുപാട് എഫേർട്ട് എടുക്കണം നമ്മൾ. കാരണം വീഡിയോ എടുക്കുന്നത് നന്നാവണം, എന്നിട്ട് ഞാൻ എത്രയോ മെച്ചപ്പെടാനുണ്ട്. വീഡിയോസ് എടുക്കണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എത്ര വലിയ പണിയാണ്, ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അതിൻ്റെതായ പണികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എന്താണല്ലേ, അല്ലെ പറയണവർ ചിലവർക്കുണ്ട്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാനൊന്ന് പറഞ്ഞതേയുള്ളൂ. അപ്പോൾ പോയി ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, ചോറില്ല. ഇന്നത്തെ നമ്മൾ സ്നാക്ക് എന്ന് വെച്ചാൽ നമ്മൾ മാഗിയുടെ ഫാമിലി പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പകുതിയൊക്കെ നമ്മൾ കുട്ടികൾ മാഗി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാഗി അല്ല ഉണ്ടാക്കുന്നത്, ബാക്കി വേണേൽ 2 ഇത് വരുന്നുള്ളൂ കേട്ടോ, 2 സ്ട്രിപ്പിൽ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മാഗി ഒന്ന് സാധാരണ പോലെ വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെള്ളം വെച്ചിട്ട് ആ മാഗി ഒന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് 2 സവാള വേണം, പിന്നെ കുറച്ച് ഉപ്പും ഓയിലും ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തിലേക്ക്, മാഗി വേവിക്കാൻ വെച്ച വെള്ളത്തിലേക്ക്. പിന്നെ ഇതിലേക്ക് സവാളയും കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് എടുക്കാം, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളാവും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം. മാഗി നൂഡിൽസ് വേവിച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ സ്ട്രെയിനറിലിട്ടിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ സവാള ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. സവാള മാത്രമല്ല, കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ ഈ വേവിച്ച് വെച്ച നൂഡിൽസിലേക്ക് 2 കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സവാളയും ക്യാപ്സിക്കും ക്യാരറ്റുമാണ് കേട്ടോ. അത് 3 കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ട്, ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെറിയൊരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നല്ല പോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്, എരിവിനനുസരിച്ചിട്ട്. പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ നോക്കിയിട്ടാണ് എടുക്കുക. പിന്നെ മാഗി മസാല ഉണ്ടാവുമല്ലോ, മാഗീൻ്റെ പാക്കറ്റിലുള്ള മസാല, അത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട്, ഓൾറെഡി ഞാൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മാഗി മസാല പൗഡർ ഉണ്ടാവുന്ന പാക്കറ്റ്, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഒരു പാൻ ചൂടാക്കിയിട്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ ഈ മാഗിയുടെ ബാറ്റർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത്, നമ്മുടെ കയ്യിൽ ചീസ് അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ എരിവ് കൂടി പോവും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചീസുണ്ട്, മോസറല്ല ചീസ്, അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു
5 to 10 മിനിറ്റ്സിന് നോക്കണം കേട്ടോ, അത്രയും വേണ്ട. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ആയിട്ടുണ്ടാവും. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമ്മൾ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ്, 5 മതി, 10 മിനിറ്റ്സ് അത്ര വേണ്ട. അതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ കുട്ടികൾക്കും ഇഷ്ടവും, കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു മാഗി മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തികയൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടായിരുന്നു, 2 ചപ്പാത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചപ്പാത്തി വെച്ചിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ കുറേ മുന്നേ ട്രൈ ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ട്രയാങ്കിളാക്കിയിട്ട് ഷേപ്പ് ചെയ്തിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ഡയഗണലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ളത് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 ചപ്പാത്തിക്കുള്ള കാരണം 2 മുട്ട, ഇപ്പോൾ 2 മുട്ട കയ്യിലുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ 3 4 എടുത്താൽ നല്ല ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പോൾ അത് 2 ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് അതിലൊരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ വെച്ച മസാല ഉണ്ടല്ലോ, ഇതേ എല്ലാം ഒരു പാനിൽ തന്നെയായിട്ട് ചെയ്യണം. അതിലാണ് ചെയ്യാൻ പോകുന്നത്, കടായിൽ തന്നെ. അപ്പോൾ അതിന് നല്ലപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ. എന്നിട്ട് നമ്മൾ ഈ 2 മുട്ട മിക്സ് ചെയ്യുന്നുണ്ടല്ലോ, ആ മുട്ട അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒഴിച്ചിട്ട് നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യൂല, അങ്ങനെ മുട്ട ചിക്കൂല, അതുപോലെ ചട്ടിയിലിട്ട് നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഓയിലിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓയിലൊക്കെ ഒന്ന് തണുപ്പായി കാരണം ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ മഴ പെയ്ത സമയത്ത്. അപ്പോൾ അത് കാരണം അത് നല്ലപോലെ ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിതാ 2 തക്കാളി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്ക് തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് മിക്സ് ചെയ്യുക. ഒരു നുള്ളു ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത് ഞാൻ കാശ്മീരി മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാല, ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഉണ്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മഞ്ഞളും മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്ന വരേക്ക്. അത് നല്ലപോലെ വഴറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുറച്ചെണ്ണം ഒന്ന് ജസ്റ്റ് അടച്ചു വെക്കുക. എന്നിട്ട് അടച്ചു വെച്ചാൽ തുറന്ന ശേഷം അത് നല്ല പച്ചമണമൊക്കെ മാറിയെന്ന് കണ്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു നീളത്തിലരിഞ്ഞിട്ടുള്ള. ആ 2 സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മുന്നേ നേരത്തെ മാഗിയിലേക്ക് എടുത്തതിൻ്റെ ബാക്കിയുള്ള കാരണമാണ് കേട്ടോ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നിർബന്ധമില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് സവാള അങ്ങനെ വഴറ്റി കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. എന്നിട്ട് തുറന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മുട്ട ഉണ്ടല്ലോ, ചിക്കി പരത്തി വെച്ചിട്ടുള്ള നമ്മൾ മുട്ട ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചപ്പാത്തി ഉണ്ടല്ലോ, ആ ചപ്പാത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല മസാല പിടിപ്പിക്കുക. നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. പിന്നെ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. ഒരു വെറൈറ്റി ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ് കേട്ടോ.
എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഗാർണിഷിനായിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും സ്നാക്കൊക്കെ റെഡി ആക്കിയതാണ്. ബസ്സൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നും ബസ്സിൻ്റെ അവിടുത്തെ അടുത്ത് പോയിക്കൊന്ന് വീഡിയോ എടുക്കണം, കാരണം ഇവിടെ നിന്ന് നോക്കുകയാണ്. പിന്നെ ചിപ്പും കൂടെ വരും കോളേജ് ബസ്സിൽ കേട്ടോ. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് ഇങ്ങനെ അവിടെ ചേച്ചി അവിടെ രണ്ടുപേരും ക്രോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വരുന്ന സമയത്ത് രണ്ടുപേരും മാഷാഅല്ലാഹ് നല്ല ഹാപ്പി ആയിട്ട് വരും കേട്ടോ വാവാച്ചിക്കുട്ടി. അപ്പം പിന്നെ ഭയങ്കര സന്തോഷമാണ് തിരിച്ച് വീട്ടിലേക്ക് വരിക എന്നുള്ള ആ ഒരു ഇതിൽ. വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ സ്കൂളിലെ വിശേഷങ്ങളും കഥകളൊക്കെ പറയും. ആദ്യം രണ്ടാൾ ചില സമയത്ത് ഒപ്പം പറയും കേട്ടോ. അപ്പോൾ ആദ്യം ഒരാൾ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇരുന്നിട്ട് അങ്ങനെ ആദ്യം ന്യൂസ് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ വാവാച്ചിക്കുട്ടി എന്ന് പറയും. പിന്നെ ഇതാ വിശക്കണമെന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. ചില സമയങ്ങളിൽ മാത്രമേ വിശപ്പിൻ്റെ പറയുള്ളൂ, ചിലപ്പോൾ വിശപ്പൊന്നും പറയാറില്ല. പിന്നെ പറഞ്ഞ് ഇന്ന് വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഫുഡിനെ കുറിച്ചൊക്കെ പറയുകയാണ്. പിന്നെ അവർ കുളിയും ഡ്രസ്സ് മാറ്റലൊക്കെ വേണ്ട ശേഷം പിന്നെ നമ്മൾ സ്നാക്ക് സെർവ് ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്നാക്സിൻ്റെ റെസിപ്പി ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ രണ്ടും ട്രൈ ആക്കി നോക്കുക. നല്ല അടിപൊളിയാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാഗിയുടെ ഇതുണ്ടല്ലോ ശരിക്കും കുറച്ച് പിസ്സ പോലെ തന്നെ ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ചിക്കനൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും. അതുപോലെ നമ്മൾ ഈ ചപ്പാത്തിയിൽ ബാക്കി വന്നിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും വെച്ച് ചെയ്താൽ കുട്ടികൾക്ക് ഒന്നുകൂടി ഇഷ്ടം. എഗ്ഗ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ആക്കാത്തവർ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.